ഇനി ഡേറ്റിംഗ് ഓഫ് ജിയോളജിക്കൽ ഇവൻറ്റ്സ് പറഞ്ഞു. എങ്ങനെയാണ് ഡേറ്റിംഗ്, നമ്മൾ പ്രായം കണ്ടുപിടിക്കുക. ഇവൻസിൻ്റെ ഒക്കെ ജിയോളജിക്കൽ ഇവൻസിൻ്റെ ഒക്കെ ഒരു കാലത്ത് എർത്ത് ഉണ്ടായി, അതിൻ്റെ കാലഘട്ടം ഏത് കാലത്ത് അതുണ്ടായത്, അതൊക്കെ എന്തെങ്കിലും അടയാളങ്ങൾ അത് ഭൂമിയിൽ അവശേഷിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും റോക്കിൻ്റെ മുകളിലാവാം, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ മുകളിലാവാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡൈനോസർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. ഡൈനോസറുകൾ കാണാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ചില ജിയോളജിക്കൽ ഇവൻസുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് നമ്മൾ പിൻകാലത്ത് തിരിച്ചറിഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ കുറിച്ചതാണ് ഡേറ്റിംഗ് ഓഫ് ജിയോളജിക്കൽ ഇവൻറ്റ്സ്. Dating is the science of determining the age of geological structures, rocks and fossils and placing them in the context of geologic time. ശിലാപാളികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കി ഒരു പ്രദേശത്തിൻ്റെ മൊത്തം ചരിത്രം മനസ്സിലാക്കുന്നതിന് ജിയോളജിക്കൽ ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇതിന് റോക്ക് റെക്കോർഡുകളെ അവയുടെ ശരിയായ ക്രമത്തിൽ അടുക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ രീതിയിൽ അടുക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ പ്രായത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുള്ളൂ. 2 മെത്തേഡ്സുകളാണ് പൊതുവെ ഈ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് റിലേറ്റീവ് ഡേറ്റിംഗ്, മറ്റൊന്ന് അബ്സല്യൂട്ട് ഡേറ്റിംഗ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡേറ്റിംഗ്. 2 മെത്തേഡ് ജിയോളജിക്കൽ ഇവൻസിനെ ഡേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് റിലേറ്റീവ് ഡേറ്റിംഗ്, മറ്റൊന്ന് അബ്സല്യൂട്ട് ഡേറ്റിംഗ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡേറ്റിംഗ്. എന്താണ് റിലേറ്റീവ് ഡേറ്റിംഗ്? റിലേറ്റീവ് ഡേറ്റിംഗ് ഉദ്ദേശിക്കുന്നത് റോക്ക് ലെയർ ഈസ് ഓൾഡർ ഓർ യങ്ങർ ദാൻ ദ അനദർ. നമുക്കറിയാം റോക്ക് സ്ട്രാറ്റകളെ കുറിച്ച് മനസ്സിലായി. ഞാൻ പറഞ്ഞു എ പറഞ്ഞ ആദ്യം ഉണ്ടായി, ബി പറഞ്ഞ രണ്ടാമതുണ്ടായി, സി പറഞ്ഞ മൂന്നാമതുണ്ടായി, ഡി പറഞ്ഞ നാലാമത്. ഇങ്ങനെ റോക്ക് ലെയറുകളെ കുറിച്ചുള്ള ധാരണ നമ്മൾ മനസ്സിലുണ്ട്. നമുക്കറിയാം അടിയിൽ കിടക്കുന്നതിന് സ്വാഭാവികമായിട്ടും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അടിയിൽ കിടക്കുന്നതിന് പ്രായം കൂടുതലായിരിക്കും, അതിൻ്റെ മുകൾ എടുക്കുന്നതിന് പ്രായം കുറവായിരിക്കും. ഈ ഒരു ധാരണ, അത് റോക്ക് ലെയർ ഈസ് ഓൾഡർ ഓർ യങ്ങർ ദാൻ അനദർ, ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രായം കൂടുതലാണോ കുറവാണോ എന്നുള്ള ഒരു ആശയം, അതാണ് റിലേറ്റീവ് ഡേറ്റിംഗ്. ഇറ്റ് ഡസൻ ഗീവ് ന്യൂമറിക്കൽ ഏജ്. ഇത് കറക്റ്റ് നമുക്കിതിൽ ഏജ് കിട്ടില്ല. ഇന്ന റോക്ക് മറ്റേ റോക്കിനേക്കാൾ പ്രായം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ റിലേറ്റീവ് ഡേറ്റിങ്ങിൽ ക്രോണോളജിക്കൽ ഓർഡറിംഗ് ഓഫ് ഇവൻറ്റ്സ് ഇൻ എർത്ത് ഹിസ്റ്ററി, എർത്ത് ഹിസ്റ്ററിയുടെ ഒരു ക്രോണോളജിക്കൽ ഏജുമായി ബന്ധപ്പെട്ട ഒരു ഇവൻസിനെ ഓർഡർ ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നുണ്ട്. ഇതൊരു ജിയോളജിക്കൽ ഡേറ്റിംഗ് രീതിയാണ് റിലേറ്റീവ് ഡേറ്റിംഗ്. ഭൂമിയുടെ ചരിത്രത്തിലെ ഇവൻസുകളെയും ശിലാപാളികളെയും കാലഘട്ടങ്ങളെ തമ്മിൽ അടിസ്ഥാനപ്പെടുത്തി ക്രമപ്പെടുത്തുക മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ശിലയുടെയോ സംഭവത്തിൻ്റെയോ കൃത്യമായ പ്രായം പറയാൻ നമുക്ക് സാധിക്കില്ല. മറ്റൊരു ഡേറ്റിംഗ് ആണ് അബ്സല്യൂട്ട് ഡേറ്റിംഗ്. ശിലയുടെയും സംഭവത്തിൻ്റെയും കൃത്യമായ പ്രായം സംഖ്യ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ ഈ ഡേറ്റിംഗ് വഴി സാധിക്കുന്നു. റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ റേഡിയോ ആക്റ്റീവ് ധാതുക്കൾക്ക് ഓരോ ഹാഫ് ലൈഫ് പീരിയഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാനൊരു ചിത്രം അതിൽ കൊടുത്തിട്ടുണ്ട്. കാർബൺ 14 കണ്ട 5730 വർഷമാണ്. അതായത് കാർബൺ 14 ഇപ്പോൾ 5 ഗ്രാം കാർബൺ 14 ശോഷിച്ചിട്ട് അതിന് ആൽഫ ബീറ്റ ഗാമ രശ്മികളൊക്കെ പോയിട്ട് അത് പിന്നെ അതിൻ്റെ പകുതിയാവാനെടുക്കുന്ന സമയമാണ് 5730 വർഷം. അതുപോലെ ആ ഒരു ഐഡിയ, ആ ഒരു ആശയം മനസ്സിലാക്കിയിട്ട് പാറകളുടെ അല്ലെങ്കിൽ ഫോസിലുകളുടെയൊക്കെ കറക്റ്റ് പ്രായം കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ശിലകളിലും ഫോസിലുകളിലും അടങ്ങിയിരിക്കുന്ന വിവിധ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ അർദ്ധായുസുകളിൽ നിന്നും നമുക്ക് ശിലകളുടെ ശരിയായ പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് അബ്സല്യൂട്ട് ഡേറ്റിംഗ്. അപ്പോൾ അബ്സല്യൂട്ട് ഡേറ്റിങ്ങിൽ ആക്ച്വൽ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് കറക്റ്റ് ഒരു റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോസിലിൻ്റെ ഒക്കെ കറക്റ്റ് ഏജ്, സ്ട്രാറ്റയുടെ കറക്റ്റ് ഏജ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവൻസിൻ്റെ യഥാർത്ഥ ഏജ് കണ്ടുപിടിക്കാൻ സാധിക്കും. പ്ലീസ് ഒന്നും ഉണ്ടായിരിക്കുമോ? വി ക്യാൻ സേ ഹൗ ഓൾഡ് സംതിങ് ഈസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹോമോസാപ്പിയൻസ് ഒക്കെ 2.3 മില്യൺ ഇയേഴ്സ് അഗോ ആണ്. പി തെറ്റിയിട്ടുണ്ട്, മില്യൺ ഇയേഴ്സ് അഗോ ആണ് എഴുതിയിരിക്കുന്നത്.
ഇപ്പോൾ റേഡിയോമെട്രിക് ഏജ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒക്കെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഇത് പാലിയന്റോളജിക്കലായിട്ടുള്ള പല ഇൻഫർമേഷനും നമുക്ക് തരുന്നുണ്ട്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ജിയോളജി. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ജിയോളജി. ഹിസ്റ്റോറിക്കൽ ജിയോളജി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ജിയോളജി മനസ്സിലാക്കണമെങ്കിൽ കുറേ പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിനെ ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹിസ്റ്റോറിക്കൽ ജിയോളജി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസാണ്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്ററിനിസം, മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ, മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഒറിജിനൽ ഹൊറിസോണ്ടാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ക്രോസ് കട്ടിംഗ് റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് ഫോണൽ സക്സഷൻ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്ററിനിസം. പ്രധാനമായിട്ടും 5 പ്രിൻസിപ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ജിയോളജി. ഹിസ്റ്റോറിക്കൽ ജിയോളജി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഹിസ്റ്റോറിക്കൽ ജിയോളജിയെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആശയങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് അറിവ് വേണം. ഒന്നാമത്തെ ആശയമാണ് യൂണിഫോമിറ്ററിനിസം. പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്ററിനിസം. അതിന് ഒറ്റ വാക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവിടെ നോക്കിയാൽ അറിയാം നമുക്ക്. പ്രസൻറ്റ് ഈസ് ദ കീ ടു ദ പാസ്റ്റ്. 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 പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് എന്താണ് നടക്കുന്നതെന്ന് അറിയണം. പ്രസൻറ്റ്, വർത്തമാനകാലം മനസ്സിലാക്കിയാൽ മാത്രമേ പണ്ടുണ്ടായിരുന്ന കാലത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ആശയമാണ് പ്രസൻറ്റ് ഈസ് ദ കീ ടു ദ പാസ്റ്റ്. ഇന്ന് കുറേ ജിയോളജിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, വെതറിങ് നടക്കുന്നുണ്ട്, ഇറോഷൻ നടക്കുന്നുണ്ട്, ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എർത്ത് ഉണ്ടാകുന്നുണ്ട്, വോൾക്കാനിസം ഉണ്ടാകുന്നുണ്ട്, മീറ്റ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നുണ്ട്. ചില പ്രദേശം താഴത്തേക്ക് പോകുന്നുണ്ട്, ചില ഭാഗത്ത് മുകളിലേക്ക് പോകുന്നുണ്ട്, ക്രസ്റ്റലായിട്ടുള്ള ഡിഫോർമേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ വക പ്രോസസ്സുകളൊക്കെ, ഈ വക ജിയോളജിക്കൽ പ്രോസസ്സുകളൊക്കെ പണ്ടും ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. ആ ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്ററിനിസം. ഈ ആശയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലകളുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഇന്നാണ്. ഇന്ന് വെയിലുണ്ട്, മഴയുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് വെയിലും മഴയുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. ഇന്ന് വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നം നടക്കുന്നത് പണ്ടും അത് നടന്നിട്ടുണ്ടായിരിക്കണം. ഇന്ന് എർത്ത് ഉണ്ടായിട്ടുണ്ട്, പണ്ടും അത് ഉണ്ടായിരുന്നിരിക്കണം. ഇന്ന് വോൾക്കാനിസം ഉണ്ട്, പണ്ടും അത് ഉണ്ടായിരുന്നിരിക്കണം. ഈ ഒരു ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്ററിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ 17ാം സെഞ്ച്വറിയിൽ ഡാനിഷ് സയൻറ്റിസ്റ്റ് നിക്കോളസ് സ്റ്റെനോ ആണ് ഇങ്ങനെ ഒരു ആശയം നമുക്ക് പറഞ്ഞു തന്നത്. നമുക്കറിയാം, റോക്ക് സ്ട്രാറ്റകളൊക്കെ ലെയറുകളായിട്ടുണ്ടാവുക. ആദ്യം ഉണ്ടാകുന്ന ലെയർ, ഇപ്പോൾ അതായത് ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഉണ്ടാകുന്ന ലെയർ എ എന്ന് പറയുന്നു, രണ്ടാമത്തെ ബി, മൂന്നാമത്തെ സി, നാലാമത്തെ ഡി. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റയാണ്. ലെയറുകളായിട്ടാണ് കാണപ്പെടുക പറഞ്ഞ സ്ട്രാറ്റകളൊക്കെ. ദ ഓൾഡസ്റ്റ് ബെഡ്സ് ആർ ഓൺ ദ ബോട്ടം. ഇതിൽ ഓൾഡസ്റ്റ്, ഏറ്റവും പഴക്കം ചെന്ന ബെഡ്, ഏറ്റവും പഴക്കം ചെന്ന സ്ട്രാറ്റ, ബെഡ് അല്ലെങ്കിൽ സ്ട്രാറ്റ ഏതാണ്? എ ആണ്, നമുക്ക് അറിയാം. അതിനുശേഷം ഉണ്ടായത് ബി ആണ്, അതിനുശേഷം ഉണ്ടായത് ഡി ആണ്. യങ്ങർ ലെയേഴ്സ് ഓൺ ടോപ്പ്. യങ്ങർ ലെയർ പൊതുവെ മുകളിലായിരിക്കും, ഓൾഡർ ലെയർ താഴത്തായിരിക്കും. എനി സീക്വൻസ് ഓഫ് അൺഡിസ്റ്റർബ്ഡ് ലെയർ ഓഫ് റോക്സ്. എ ഗിവൺ ബെഡ് മസ്റ്റ് ബി ഓൾഡർ ദാൻ എനി ബെഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതായത് ഇങ്ങനെയുള്ള ഒരു റോക്ക് ലെയർ എ ബി സി ഡി കണ്ടോ, അത് ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ടാണ്. മറ്റു ജിയോളജിക്കൽ ആയിട്ടുള്ള അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിൽ ഏറ്റവും അടിയിൽ കാണുന്നതായിരിക്കും പ്രായം കൂടുതലുണ്ടാവുക, ഏറ്റവും മുകളിൽ കാണുന്നതായിരിക്കും യങ്ങർ അല്ലെങ്കിൽ പ്രായം കുറവ്. ഈ ഒരു ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ.
ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് സർട്ടൻ ഫോസിൽസ് ആർ ടിപ്പിക്കലി ഫൗണ്ട് ഓൺലി ഇൻ പർട്ടിക്കുലർ റോക്ക് യൂണിറ്റ് ആൻഡ് ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ് വേൾഡ് വൈഡ്, ദേ മേ ബി യൂസ്ഫുൾ ആസ് ഇൻഡെക്സ് ഓർ ഗൈഡ് ഫോസിൽസ്. ഇതിൽ ചില ലെയറിൽ, ഇപ്പോൾ ബി പറഞ്ഞ ലെയറിൽ ചില പ്രത്യേക ഇനം ഫോസിലുകൾ കാണപ്പെടുന്നു. എ സർട്ടൻ ഫോസിൽസ് ആർ ടിപ്പിക്കലി ഫൗണ്ട് ഓൺലി ഇൻ പർട്ടിക്കുലർ റോക്ക് യൂണിറ്റ്. ചില പ്രത്യേക റോക്ക് യൂണിറ്റുകളിൽ മാത്രം വേൾഡ് വൈഡിൽ, ലോകത്തെ എല്ലായിടത്തും ഒരു പ്രത്യേക ബി പറയുന്ന ഈ റോക്ക് ലെയറിൽ ലോകത്തെ എല്ലായിടത്തും ഒരു പ്രത്യേക ഇനം ഫോസിലുകൾ കാണപ്പെടുന്നുവെങ്കിൽ ആ ഫോസിലുകളെ നമുക്ക് പറയാം ഇൻഡെക്സ് ഫോസിൽ അല്ലെങ്കിൽ ഗൈഡ് ഫോസിൽസ് എന്ന് പറയാം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് താരതമ്യം ചെയ്യുന്നതിന്, കോറിലേഷന് നമുക്കൊരുപാട് സഹായമുണ്ട്. ജിയോളജി, ഹിസ്റ്റോറിക്കൽ ജിയോളജിയെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്കിതുവഴി ലഭിക്കും. സർട്ടൻ ഫോസിൽസ് ആർ ടിപ്പിക്കലി ഫൗണ്ട് ഓൺലി ഇൻ പർട്ടിക്കുലർ റോക്ക് യൂണിറ്റ് and are found in many places worldwide. They may be useful as index or gauge fossils. Index fossils are useful in identifying time rock units and in correlation. ഞാൻ പറഞ്ഞു കോറിലേഷനും അതുപോലെ തന്നെ സമയവും റോക്കും തമ്മിലുള്ള താരതമ്യ പഠനത്തിനൊക്കെ ഇൻഡെക്സ് ഫോസിലുകൾ സഹായിക്കുന്നുണ്ട്. ഇത്തരം ഫോസിലുകൾ സെഡിമെൻ്ററി ലെയേഴ്സിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചില പ്രത്യേക ഫോസിൽസ് ഒരു പ്രത്യേക ശിലാവിഭാഗത്തിൽ ലോകത്തെ എല്ലായിടത്തും കാണപ്പെടുകയാണെങ്കിൽ ആ ഫോസിലിനെ ഇൻഡെക്സ് ഫോസിൽ അല്ലെങ്കിൽ ഗൈഡ് ഫോസിൽസ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ വരാവുന്ന മറ്റൊരു പോയിൻ്റാണ് ഇൻഡെക്സ് ഫോസിൽ ഓർ ഗൈഡ് ഫോസിൽസ്. സൂപ്പർ പൊസിഷനിൽ പ്രധാനമായിട്ടും വരുന്നത് ഓൾഡസ്റ്റ് റോക്ക് ബോട്ടമിലായിരിക്കും, യങ്ങസ്റ്റ് റോക്ക് ടോപ്പിലായിരിക്കും. മറ്റൊന്ന് നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് ഒറിജിനൽ ഹൊറിസോണ്ടാലിറ്റി. പൊതുവെ മറ്റു ജിയോളജിക്കൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ പൊതുവെ റോക്കുകൾ ഉണ്ടാകുക ലെയറുകളായിട്ടാണ് ഞാൻ പറഞ്ഞു. അത് ഹൊറിസോണ്ടലായിട്ടായിരിക്കും, തിരശ്ചീനമായിട്ടായിരിക്കും. വലിയ ഡീഫോർമേഷൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ആദ്യം ഉണ്ടാകുമ്പോൾ, പിന്നീടായിരിക്കും അതിന് വല്ല ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് സെഡിമെന്റ്സ് യൂഷ്വലി ഫോം ഫ്ലാറ്റ് ലൈൻ ഓർ ഹൊറിസോണ്ടൽ ഡെപ്പോസിറ്റ്സ് ഓൺ ദ എർത്ത് സർഫസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹൊറിസോണ്ടൽ. ആദ്യം പൊതുവെ റോക്കുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ സെഡിമെന്റ്സ് ഡെപ്പോസിഷൻ നടക്കുക ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും, തിരശ്ചീനമായിട്ടായിരിക്കും. അപ്പം നമുക്കിപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ അങ്ങനെയൊന്നും ആവില്ല. ഇപ്പോൾ ഹിമാലയ പർവ്വതമൊക്കെ ഉണ്ട്, വളഞ്ഞിട്ടല്ലേ ഉണ്ടായിട്ടുണ്ടാവുക. അതുണ്ടാവാൻ കാരണം ഉണ്ടായതിന് ശേഷമായിരിക്കാം അതിനെന്തുണ്ടായിട്ടുണ്ടാവുക, അതിന് ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അധികവും എന്താണ്, ഒരു ലെയേർഡായിട്ടുള്ള റോക്കായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ തിരശ്ചീനമായിട്ടുള്ള റോക്ക് ലെയറുകളായിട്ടുണ്ടാവുക. ഈ ആശയത്തെ പറഞ്ഞ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒറിജിനൽ ഹൊറിസോണ്ടാലിറ്റി. ഈ പ്രിൻസിപ്പിൾ പ്രകാരം അവസാദങ്ങൾ സമാന്തരമായ അടരുകളായിട്ടാണ് നിക്ഷേപിക്കപ്പെടുന്നത്. സെഡിമെൻ്ററി ലെയേഴ്സിൻ്റെ സ്ട്രാറ്റ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലെന്തെങ്കിലും ഡീഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ക്രോസ് കട്ടിംഗ് റിലേഷൻഷിപ്പ് ചിത്രമുണ്ട്. റോക്ക് ലെയർ കണ്ട കറുപ്പും വെളുപ്പുള്ള റോക്ക് ലെയറുകളാണ്. അതിലേക്ക് ഒരു ഇഗ്നിയസ് ഇൻട്രൂഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പാറ, ഡൈക്ക് സില്ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഇൻട്രൂഡഡ്, ഈ കട്ട് ചെയ്ത് കയറി വരുന്നത് ആദ്യമുണ്ടായ ലെയറിനെ കുറവായിരിക്കും എന്നാണ് ഈ ആശയം പറയുന്നത്. ജിയോളജിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫാൾട്ട് ആവാം, ഇഗ്നിയസ് ഇൻട്രൂഷൻ ആവാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, ഇഗ്നിയസ് ആയിട്ടുള്ള ഇൻട്രൂഷൻ ആവാം, ഡൈക്ക് സില്ലൊക്കെ ആ രീതിയിലാവാം, അല്ലെങ്കിൽ ഫാൾട്ട് ആവാം, ഏതെങ്കിലും പൊട്ടലുകളാവാം. ആർ യങ്ങർ ദാൻ ദ റോക്സ് ദേ കട്ട്. അതൊക്കെ യങ്ങറായിരിക്കും, പ്രായം കുറവായിരിക്കും അവിടെ ഉണ്ടായിരുന്ന പാറയെക്കാട്ടിലും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാറയെക്കാട്ടിലും പ്രായം കുറവായിരിക്കും അത് അതിൻ്റെ ഉള്ളിലൂടെ പിന്നീട് കട്ട് ചെയ്തു പോകുന്ന റോക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശിലാവിഭാഗമോ. As intrusive igneous body will be always younger than the rock it intrudes or cut across. കട്ട് ചെയ്യുന്ന റോക്കിന് പ്രായം കുറവായിരിക്കും ഇത് അവിടെ ഉണ്ടായിരുന്ന പാറയേക്കാൾ. ഈ ഒരു ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്രോസ് കട്ടിംഗ് റിലേഷൻഷിപ്പ്. ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സായ ഫോൾഡ്, ഇഗ്നിയസ് ഇൻട്രൂഷൻ എന്നിവ അവ കട്ട് ചെയ്യുന്ന റോക്കിനേക്കാൾ പ്രായം കുറവായിരിക്കും. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ്
ഫോണൽ സക്സഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫോണൽ സക്സഷൻ. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഫോസിൽ പ്ലാന്റ്സും എനിമൽസും ജിയോളജിക്കൽ റെക്കോർഡിൽ കാണപ്പെടുന്നത് ഒരു നിശ്ചിത തീരുമാനിക്കപ്പെട്ട ഓർഡറിലാണ്. ആ ആശയത്തെ പറഞ്ഞ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോണൽ സക്സഷൻ. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ വിശദീകരിച്ചു മനുഷ്യനുണ്ടാകുന്നത് ക്വാട്ടേർണറിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു റോക്ക് ലെയറിൽ നമുക്ക് മനുഷ്യൻ്റെയൊക്കെ ഫോസിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഏജ് ആ കാലഘട്ടം എന്തായിരിക്കും? ക്വാട്ടേർണറി കാലഘട്ടം തന്നെയായിരിക്കും. കാരണം ആ കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ കാംബ്രിയൻ പോലുള്ള ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിലയിൽ ഒരിക്കലും നമുക്ക് മനുഷ്യൻ്റെ ഫോസിൽ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. മനുഷ്യൻ്റെ ജീവൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. ഈ ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോണൽ സക്സഷൻ. The principle states that the groups of fossil plants and animals occur in the geological record in a definite and a determinable order. A period or any portion of geological time can be recognized by its respective fossils. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുന്നത് ഇപ്പോൾ കോൾ ഉണ്ടാവുക സാധാരണ കാർബോണിഫറസ് കാലഘട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും അതിനു മുന്നത്തെ കാലഘട്ടത്തിലുള്ള ഇപ്പോൾ കാംബ്രിയൻ പോലുള്ള അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിലുള്ള ആ റോക്കിൽ പൊതുവെ കോളിൻ്റെ നിക്ഷേപം കാണാൻ സാധ്യതയില്ല. ഈ ആശയമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫോണൽ സക്സഷൻ. ഓക്കെ, താങ്ക് യു.